തേവര കോളേജ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ആത്മവിദ്യാലയമാണ്. ഞാൻ ഇടുക്കി എന്ന മലയോര ജില്ലയിൽ നിന്ന് ഞാൻ പഠിക്കാൻ വേണ്ടി കടന്നു വന്ന, ഞാൻ എന്ന രാഷ്ട്രീയക്കാരനെ പരുവപ്പെടുത്തിയ, ഞാൻ പഠിച്ച, ഞാൻ വളർന്ന, ഞാൻ എന്ന വ്യക്തി എന്ന നിലയിൽ എൻ്റെ ഐഡൻറ്റിറ്റിയെ രൂപപ്പെടുത്ത കലാലയമാണ് തേവര കോളേജ്. അപ്പം ഞങ്ങളുടെ പ്രൗഡ് അലൂമിനസ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ ഈ ക്യാമ്പസിൽ നിന്ന് പഠിച്ചിറങ്ങി സജീവമായി സംഘടനാ പ്രവർത്തനം എല്ലാം നടത്തി KCUയുടെ എല്ലാം സജീവമായിട്ട് മുന്നോട്ട് പോയ VD സതീശൻ എന്ന് പറയുന്ന വ്യക്തി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയതിനു ശേഷം ആദ്യമായി ഈ കലാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ അബു ജോൺ ജോസഫ് എന്ന് പറയുന്ന ഈ ക്യാമ്പസിലെ വിദ്യാർത്ഥി കൂടിയായിരുന്നു അദ്ദേഹം. ഇന്ന് കേരളത്തിൻ്റെ ചീഫ് വിപ്പായിട്ട് നിൽക്കുകയാണ്. ഞങ്ങളുടെ പ്രൗഡ് അലൂമിനൈസിന് ഈ ക്യാമ്പസിലെ മാനേജ്മെൻറ്റും അധ്യാപകരും വിദ്യാർത്ഥികളും എല്ലാം ചേർന്ന് ഒരു പ്രൗഢഗംഭീരമായിട്ടുള്ളൊരു സ്വീകരണം നൽകുമ്പോൾ ആ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് കോളേജ് മാനേജ്മെൻറ്റ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലേക്കാണ് ഈ പരിപാടിയിലേക്ക് കടന്നു വന്നത്. സ്വാഭാവികമായിട്ടും തേവര കോളേജിൻ്റെ ആന്തം എന്ന് പറയുന്നത് മേക്കേഴ്സ് വൺ ഹേർട്ട് എന്നാണ്. അപ്പോൾ ആ ഒരു ഇതുകൊണ്ട് സ്വാഭാവികമായിട്ടും കോളേജ് മാനേജ്മെൻറ്റ് ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചപ്പോഴാണ് ഈ പരിപാടിയിലേക്ക് കടന്നു വന്നത്. ഞങ്ങൾക്കെല്ലാം വലിയ അഭിമാനമുണ്ട്. ഈ ക്യാമ്പസിൽ നിന്ന് പഠിച്ചിറങ്ങിയ വ്യക്തി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി ഈ ക്യാമ്പസിലേക്ക് തിരിച്ചു വരുമ്പോൾ ഞാനും ഈ കോളേജിലെ 2012-19 കാലഘട്ടത്തിൽ ഈ ക്യാമ്പസിൽ പഠിച്ച വിദ്യാർത്ഥിയാണ്. ഡിഗ്രിയും PGയും MPhil എല്ലാം ഈ ക്യാമ്പസിൽ നിന്ന് പഠിച്ചു വളർന്ന വിദ്യാർത്ഥിയാണ്. പിന്നെ സ്വാഭാവികമായിട്ടും ഇതൊരു രാഷ്ട്രീയ പരിപാടിയല്ല. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഒരു രാഷ്ട്രീയപരമായിട്ടൊരു പരാമർശങ്ങളിലേക്കൊന്നും കിടക്കേണ്ടതില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, സ്വാഭാവികമായിട്ടും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ കാണുമ്പോൾ ചിരിക്കുക എന്നത് ഞാൻ പഠിച്ച രാഷ്ട്രീയമാണ്. അദ്ദേഹം എന്നെ കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്നതിനെപ്പറ്റി എനിക്കറിയില്ല. പക്ഷേ സ്വാഭാവികമായിട്ടും ഞാൻ പഠിച്ച രാഷ്ട്രീയം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ അല്ലെങ്കിൽ അത്ര സമുന്നതരായിട്ടുള്ള വലിയ ഔന്നത്യത്തിൽ നിൽക്കുന്ന ആളുകളെ കാണുമ്പോൾ ചിരിക്കുക, പുഞ്ചിരിക്കുക എന്നാണ് ഞാൻ പഠിച്ച രാഷ്ട്രീയം. അല്ല, സ്വാഭാവികമായിട്ടും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ മാധ്യമങ്ങളിൽ ഒന്നും പ്രതികരണം നടത്തിയിട്ടില്ല. കാരണം ഈ വിഷയങ്ങളുടെ എല്ലാം തുടക്കം നിങ്ങൾക്കറിയാം. 10 വർഷക്കാലം കേരളത്തിൻ്റെ ക്യാമ്പസുകളിലും തെരുവോരങ്ങളിലും വലിയ രീതിയിൽ സംഘർഷഭരിതമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യത്തിലൂടെ പോരടിച്ച് മല്ലടിച്ച് ഇടതുപക്ഷ സർക്കാരിനെതിരെ, പിണറായി സർക്കാരിനെതിരെ വലിയ പോരാട്ടങ്ങൾ നടത്തിയിട്ടാണ് കേരളത്തിൽ UDFൻ്റെ സർക്കാർ അധികാരത്തിൽ വന്നത്. ഞങ്ങളെപ്പോലെയുള്ള സാധാരണക്കാരായിട്ടുള്ള KSU പ്രവർത്തകരുടെ ചോരയും നീരും വിയർപ്പും ആണ് ഈ UDF സർക്കാർ എന്നതിൽ യാതൊരു തർക്കവുമില്ല. എന്നാൽ ഗവൺമെൻറ് പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ചെറിയ വീഴ്ചയുണ്ടായി, അല്ലെങ്കിൽ ഞങ്ങളെല്ലാം വലിയ രീതിയിലേക്ക് കായികമായി അക്രമം ചെയ്ത ഒരു കൂട്ടത്തിൻ്റെ പ്രതിനിധിയായിട്ടുള്ള ആൾ ആ ഗവൺമെൻറ് പ്ലീഡർ നിയമനത്തിൽ വന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ സർക്കാർ അത് തിരുത്താൻ തയ്യാറാകണമെന്ന് ആ സർക്കാരിനെ ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് KSU ചെയ്തത്. KSU സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ എൻ്റെ സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകരുടെ വികാരത്തെ ഉൾക്കൊള്ളുക എന്നതാണ് ഞാൻ പഠിച്ച രാഷ്ട്രീയം. 15-19 കാലഘട്ടത്തിൽ തിരുവനന്തപുരം നിയമ കലാലയത്തിൽ KSUക്കാർക്ക് കടന്നു ചെല്ലാൻ സാധ്യമല്ലാതിരുന്ന ഒരു ക്യാമ്പസിൽ വലിയ രീതിയിലേക്കുള്ള SFIയുടെ മർദ്ദനങ്ങളെയും കൊടിയ പീഡനങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ആ ക്യാമ്പസിൽ KSU സംഘടനാ പ്രവർത്തനം നടത്തി മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയ സാഹചര്യമായിരുന്നു. അന്ന് ഞങ്ങളുടെ എതിർദിശയിൽ നിന്നുകൊണ്ട് വലിയ രീതിയിലേക്കുള്ള അക്രമങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു കൂട്ടത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വ്യക്തി UDF ഭരിക്കുന്ന ഈ കാലഘട്ടത്ത് ഗവൺമെൻറ് പ്ലീഡറായി കടന്നു വരുമ്പോൾ എൻ്റെ പ്രവർത്തകർ KSU യൂണിറ്റ് കമ്മിറ്റിയുടെ പ്രതിനിധികൾ ഉയർത്തുന്ന വികാരത്തോട് ചേർന്ന് നിൽക്കുക എന്നതാണ് എൻ്റെ രാഷ്ട്രീയം, ഞാൻ പഠിച്ച രാഷ്ട്രീയം. അത് ഈ സർക്കാരിൻ്റെ മുൻപിൽ ചൂണ്ടിക്കാണിച്ചു എന്നത് മാത്രമാണ് KSU സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ ഞാൻ ചെയ്തതൊരു തെറ്റ്. അത് തെറ്റാണെന്ന് ഈ സർക്കാരിന് തോന്നുന്നുണ്ടെങ്കിൽ ആ തെറ്റുകൾ ഇനിയും ആവർത്തിക്കാൻ തന്നെയാണ് എൻ്റെ തീരുമാനം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ സർക്കാരിനെ കളങ്കമുണ്ടാക്കണമെന്ന് ഒരു ഘട്ടത്തിൽ പോലും സംസ്ഥാന KSU കമ്മിറ്റിയുടെ അധ്യക്ഷൻ ചിന്തിച്ചിട്ടില്ല. കാരണം ഈ സർക്കാർ നല്ല രീതിയിൽ പെർഫോം ചെയ്യേണ്ടുന്ന ഒരു സർക്കാരാണെന്നുള്ള കൃത്യമായിട്ടുള്ള ബോധ്യം എനിക്കുണ്ട്. എൻ്റെ കൂടി സർക്കാരാണിത്, അല്ലെങ്കിൽ ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ സർക്കാരാണ് ഈ സർക്കാർ. അപ്പോൾ ഈ സർക്കാർ ചെയ്യുന്ന നല്ല വലിയ പ്രതീക്ഷയുടെ കേരളത്തിൻ്റെ പൊതുസമൂഹം ഈ സർക്കാരിനെ നോക്കിക്കാണുമ്പോൾ ഈ സർക്കാർ ഓരോ ദിവസം ദിനംപ്രതി വലിയ രീതിയിൽ മികച്ചു വരണമെന്ന ആഗ്രഹമാണ് ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള കോൺഗ്രസ് പ്രവർത്തകർക്കും പൊതുസമൂഹത്തിനുമുള്ളത്. ആ വികാരത്തോടു കൂടി ഞാൻ ചേർന്ന് നിൽക്കുന്നു. പിന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാരിനെ നേരിട്ട് വിമർശിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അതിനൊരു വിമർശനമായി കണക്കാക്കേണ്ട കാര്യം ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ഒരു പോരായ്മ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി, അത് ചൂണ്ടിക്കാണിച്ചു എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. പിന്നെ 2 ദിവസങ്ങളിൽ മാധ്യമങ്ങളിലെല്ലാം ചർച്ച ചെയ്യുന്ന വിഷയം കേരളത്തിൻ്റെ KSU സംസ്ഥാന അധ്യക്ഷന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അപ്പോയിൻമെൻറ്റ് നൽകിയില്ല എന്നുള്ള ഒരു കാര്യമാണ്.
അപ്പോൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാക്കാം, കേരളത്തിൻ്റെ ഒരു മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ ഒരു പാർട്ടിയുടെ മുഖ്യമന്ത്രിയല്ല, കേരളത്തിൻ്റെ മുഴുവൻ പൊതുസമൂഹത്തിൻ്റെ മുഖ്യമന്ത്രിയുണ്ട്. എത്രയോ കാര്യങ്ങളിൽ അദ്ദേഹത്തിന് ഇടപെടേണ്ടതായിട്ടുണ്ട്, നിലനിൽക്കേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനുവേണ്ടി നിലകൊണ്ട് മുന്നോട്ട് പോകേണ്ട സാഹചര്യമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അപ്പോയിൻമെൻറ്റ് തരാത്തത് അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തെ കാണാൻ സാധിക്കാത്ത ഒരു വലിയ തെറ്റായി ഞാൻ കാണുന്നില്ല.